മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞത് എൻ്റെ ഈ റാങ്കിനനുസരിച്ച് എനിക്കൊരു കോളേജ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഓരോ കാറ്റഗറി അനുസരിച്ച് നല്ല രീതിയിൽ വേരിയേഷൻ റാങ്കിൽ വരും. ഈവൻ ചിലപ്പോൾ നമ്മളിപ്പോൾ വേറെ കാറ്റഗറി ഇപ്പോൾ SC ST ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 18,000 ആ ഒരു റേഞ്ചിൽ വന്നാൽ പോലും നമുക്ക് സീറ്റ് കിട്ടും. അതുപോലെ എല്ലായിരിക്കും ജനറൽ കാറ്റഗറിയിൽ. അപ്പോൾ ഞാൻ എല്ലാ കാറ്റഗറി വൈസ് ആയിരിക്കും ഇവിടെ റാങ്ക് പറയുന്നത്. ജനറൽ, മുസ്ലിം, ഈഴവ, EWS, SC ST, ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി, KU കാറ്റഗറി, KN കാറ്റഗറി, അങ്ങനെ എല്ലാ കാറ്റഗറിയും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഏതാണുള്ളത് അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ജനറൽ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ജനറൽ കാറ്റഗറി ആണ് നിങ്ങൾക്കെങ്കിൽ, അപ്പോൾ അവർക്ക് ഒരു സ്റ്റേറ്റ് മെറിറ്റ് വഴിയായിരിക്കും ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയറിലെ തേർഡ് അലോട്ട്മെന്റിലെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 9,760 റാങ്ക് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ, ഇപ്പോൾ ഈ ഒരു റാങ്ക് വന്നിരിക്കുന്ന അല്ലസർ മെഡിക്കൽ കോളേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലൊരു റാങ്ക് ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എന്തായാലും ഒരു അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, ലാസ്റ്റ് ഇയർ സെക്കൻഡ് അലോട്ട്മെന്റിൽ പോയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുള്ളതെന്ന് പറയുന്നത് 9,473 ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഒരു സേഫ് സോൺ ആയിട്ട് ഒരു 9,473 കൂടെ നമുക്ക് വെക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷത്തെ ഒരു കാര്യമായിട്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. സോ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലോ വന്നിട്ടുള്ള ഈ ഒരു റേഞ്ചിനനുസരിച്ച് ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അഡ്മിഷൻ ഉണ്ടാവും. അത് മാത്രമല്ല, ഓരോ വർഷം എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് നമ്മളൊരു സ്കോർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ജനറൽ കാറ്റഗറി ആണ് നിങ്ങൾക്ക് ഏകദേശം ഒരു 576 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു റാങ്ക് വരുന്നത്. സോ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ജനറൽ കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഓരോ റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള സീറ്റ് ഫില്ലിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജനറൽ EWS കാറ്റഗറി നോക്കാം. നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിലാണെങ്കിൽ 18,060 റാങ്ക് ഉള്ള ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ അത് നമുക്ക് DM വയനാട്ടിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ആ റാങ്കിനോട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്കോർ എന്ന് പറയുന്നത് 478 ആണ്. സോ നിങ്ങൾക്ക് EWS റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് ഒരു 478 ആണെങ്കിലും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് റാങ്ക് വെച്ച് നോക്കുമ്പോൾ. സോ ഇനി നമ്മൾ അടുത്ത കാറ്റഗറി, അതായത് OBCയിൽ ഈഴവ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് നിങ്ങൾക്കെങ്കിൽ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കുമ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ 11,473 റാങ്ക് വരെ വന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇയർ അത് പോയിരിക്കുന്നത് അല്ലസർ മെഡിക്കൽ കോളേജിലാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയുള്ള റാങ്ക്, അതായത് 11,472 റാങ്ക് ഉള്ള കുട്ടിക്ക് PK ദാസിലായിരുന്നു കിട്ടിയിരുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു റേഞ്ച് തന്നെ വെക്കാൻ പാടില്ല. അതിപ്പം ഈ കാറ്റഗറിയിലല്ല, ഇനി ഞാൻ പറയുന്ന ഏതൊരു കാറ്റഗറിയിൽ അങ്ങനെയാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഒരു വർഷം നീറ്റ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷം കൂടും. ഇപ്പൊ ഈഴവ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ കാറ്റഗറിയിലുള്ള വേറെ കുട്ടികളുടെ എണ്ണം ഈ വർഷം കുറവാണ്, ലാസ്റ്റ് ഇയറിനെ വെച്ച് കുറവാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഈ ഒരു 11,473 എന്ന് പറയുന്നത് ചിലപ്പോൾ 11,500 വരെ ആവാം. എന്നാൽ നേരെ തിരിച്ച് ഈ വർഷം എഴുതിയ കുട്ടികളുടെ എണ്ണം, ഈഴവ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ എണ്ണം ഈ വർഷം കൂടുതലാണെങ്കിൽ ഈ ഒരു 11,473 എന്ന് പറയുന്നത് 11,400 വേണമെങ്കിലും ആകാം. ഈ ഒരു വേരിയേഷൻ ഉണ്ടാവും. എന്നാൽ പോലും മോസ്റ്റ്ലി ഈ ഒരു അറൗണ്ട് റാങ്ക് ഉള്ള കുട്ടികൾക്ക് ചാൻസ് കിട്ടാൻ വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഈഴവ കാറ്റഗറി എന്നല്ല, ഇനി ഞാൻ പറയുന്ന എല്ലാ കാറ്റഗറിക്കും അങ്ങനെ തന്നെ ആയിരിക്കാം വരുന്നത്. ഇനി അടുത്ത OBC മുസ്ലിം കാറ്റഗറിയിലാണെങ്കിൽ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 10,913 ആണ് റാങ്ക് വരുന്നത്. ആ റാങ്ക് പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലാണ് എത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 10,000 സംതിങ് അല്ലെങ്കിൽ ഒരു അറൗണ്ട് ഒരു 11,000 ഉള്ളിലാണ് നിങ്ങളെ
റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ആ ഒരു റാങ്ക് ഈ വർഷത്തെ സ്കോറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 550 മണ്ടയിലൊക്കെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് വരുന്നത് SC കാറ്റഗറിയാണ്. ഇപ്പൊ SC കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 18,852 അത് മൗണ്ട് മെഡിക്കൽ കോളേജിലാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് താഴെ അടുത്ത റാങ്ക് പോയിരിക്കുന്നത് 18,000 സംതിങ് തന്നെയാണ്. അത് പോയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഒരു SC കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ 470 അല്ലെങ്കിൽ 475 ആ ഒരു റേഞ്ചിൽ സ്കോറുള്ള കുട്ടികൾക്കായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൽഫിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കാറ്റഗറി ST കാറ്റഗറിയിലാണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് പ്രകാരം നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് 25,568 ഒക്കെ ആണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരു സെൽഫിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ സ്കോറ് 360 അല്ലെങ്കിൽ 365 മണ്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് BH കാറ്റഗറിയിലാണ്. BH കാറ്റഗറിക്ക് ലാസ്റ്റ് ഇയർ തേർഡ് അലോട്ട്മെന്റിൽ പോയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9,817 റാങ്കിനാണ്. അത് പോയിരിക്കുന്ന അൽഅസർ മെഡിക്കൽ കോളേജാണ്. പിന്നെ അതിനു മുമ്പ് പോയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DM വയനാട് പോലത്തെ മെഡിക്കൽ കോളേജിലാണ് പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലാണ് റാങ്ക് എങ്കിൽ നിങ്ങളുടെ കാറ്റഗറി BH ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്കോർ എന്ന് പറയുന്നത് 575 അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഈ 575 മണ്ടയിലാണ് BH കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു സീറ്റ് കിട്ടുന്നതായിരിക്കും. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് LA കാറ്റഗറിയാണ്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ കാണാം 14,072 വരെ റാങ്ക് ഉള്ള കുട്ടികൾക്ക് ലാസ്റ്റ് ഇയർ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു റാങ്ക് ഈ വർഷം നിങ്ങളൊരു റാങ്ക് ഏകദേശം 14,000 ഒക്കെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. ഒരു 529 അല്ലെങ്കിൽ 530 മണ്ടയിൽ അല്ലെങ്കിൽ 535 മണ്ടയിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്നതായി. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് DV കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ വരുന്നവർക്ക് 10,519 റാങ്ക് വരെ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിലാണെങ്കിൽ കിട്ടിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്ന സ്കോർ എന്ന് പറയുന്നത് 568. അതായത് ഏകദേശം നിങ്ങൾക്ക് ഒരു 570 മണ്ടയിലാണ് നിങ്ങൾ DV കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് VK കാറ്റഗറിയാണ്. 18,178 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അത് പോയിരിക്കുന്നത് നമ്മുടെ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്കോർ എന്ന് പറയുന്നത് 476. അതായത് നിങ്ങൾക്കൊരു 476 അല്ലെങ്കിൽ 480 മണ്ടയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വകർമ്മ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അഡ്മിഷൻ കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജിൽ നോക്കുന്ന കുട്ടികൾ, അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ട് അതിന് യോഗ്യതയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ലാസ്റ്റ് ഇയർ മൗണ്ട് മെഡിക്കൽ കോളേജിൽ 14,759 റാങ്ക് ഉള്ള AC റിസർവേഷൻ ഉള്ള ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് 13,000 സംതിങ് റാങ്ക് ഉള്ള ഒരു കുട്ടിക്ക് ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 520 മണ്ടയിൽ മാർക്കുള്ള ഒരു കുട്ടിക്കും ക്രിസ്ത്യൻ മൈനോറിറ്റി റിസർവേഷൻ പ്രകാരം എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത മുസ്ലിം മൈനോറിറ്റി റിസർവേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ 12,241 കേരള റാങ്ക് ഉള്ള ഒരു കുട്ടിക്ക് മുസ്ലിം മൈനോറിറ്റി റിസർവേഷൻ പ്രകാരം മുസ്ലിം മൈനോറിറ്റി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഒരു റാങ്ക് പോയിരിക്കുന്നത് കരുണ മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ തൊട്ട് താഴെയായിട്ട് അൽഅസർ മെഡിക്കൽ കോളേജിലാണ് പിന്നെ പോയിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വർഷത്തെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 549 അതായത് ഒരു 550 മണ്ടയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ വർഷം. അടുത്ത NRI കാറ്റഗറിയാണ്. ലാസ്റ്റ് ഇയറിൽ 39,371 സ്റ്റേറ്റ് റാങ്ക് ഉള്ള ഒരു കുട്ടിക്കും ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഈ സീറ്റ് പോയിരിക്കുന്ന മൗണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വർഷം ഈ ഒരു റേഞ്ചിലെ റാങ്ക് ഉണ്ടെങ്കിൽ NRI സീറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഏകദേശം അതിന്റെ സ്കോർ ഈ വർഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാങ്കിനനുസരിച്ച് കറസ്പോണ്ടിങ് സ്കോർ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ -10 -20 അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മോസ്റ്റ്ലി ഒരു 100 ഒക്കെ കിട്ടിയാൽ തന്നെ NRI കാറ്റഗറി വെച്ച് നമുക്കൊരു സീറ്റ് കിട്ടും. ഇപ്പൊ നമ്മുടെ കോളേജിൽ ഇത് നോക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ഇയർ കണ്ട്
ലാസ്റ്റ് ഇയർ ആണോ 22 ബാച്ചിനാണോ 95 മാർക്കൊക്കെ വരെ ഉള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ ഒരു 100 അബോവ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. നമ്മൾ പോയിരിക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ 37,000 സംതിങ് ഒക്കെയാണ്. അത് ബോർഡിന് മണ്ടയിൽ അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ 110 അതിന്റെ മണ്ടയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കിട്ടുമായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് VX കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നതെന്ന് വെച്ചാൽ 11,460 അതും പോയിരിക്കുന്ന അൽഅസ്ഹർ മെഡിക്കൽ കോളേജ് ആണ്. അതിന് തൊട്ട് താഴെ ഈ ഒരു റേഞ്ച് റാങ്ക് വരുന്നത് PK ദാസിലോട്ടായിരുന്നു പോയിരിക്കുന്നത്. ഈ വർഷത്തെ സ്കോർ നമ്മൾ നോക്കുമ്പോഴേക്കും 558 വരുന്നത്. അതായത് ഏകദേശം ഒരു 560 മാർക്ക് വേണം. അതായത് BS കാറ്റഗറിയിലാണെങ്കിൽ ഈ 560 മണ്ടയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു കോളേജ് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് KU കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറി വന്ന കുട്ടികൾക്ക് ലാസ്റ്റ് ഇയർ 19,396 റാങ്ക് വരെ കുട്ടിക്ക് ഒരു കോളേജിൽ കിട്ടിയത് അൽഅസ്ഹർ മെഡിക്കൽ കോളേജിലാണ്. അല്ല അറൌണ്ട് ഒരു 18K ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PK ദാസോ DM വയനാട് പോലുള്ള മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളുടെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു 460 ആണെങ്കിൽ പോലും KU കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടുന്നതായിരിക്കും. അടുത്തത് KN കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 13,505 അത് കിട്ടിയിരിക്കുന്നത് ട്രാവൻകൂർ മെഡിസിറ്റിയിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 535 അല്ലെങ്കിൽ 540 മണ്ടയിലൊക്കെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ വർഷത്തെ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. കുറെ കുട്ടികൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഓർത്തോക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓർത്തത്. സോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനി കുറേ ഫസ്റ്റ് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്റേണൽ എക്സാമും വീക്കിലി എക്സാം ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ്. അതിന്റെ ഇടയിലാണ് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പീരീഡിലെ സ്ട്രെസ്സും ടെൻഷനും നല്ലപോലെ അറിയുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇനി വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.